ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 2 തക്കാളി ചട്നി റെസിപ്പിയാണ്. ഈ ദോശയ്ക്ക് മാത്രമല്ല, ഇഡലിക്കും മസാല ദോശയ്ക്ക് സൈഡായിട്ട് വെക്കുന്ന ചട്നിയായിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 തക്കാളി ചട്നി റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. കടായിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാവുന്നതാണ്. ഒരു 6-7 വെളുത്തുള്ളി ചേർക്കുക. കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് 2ആയിട്ട് കട്ട് ചെയ്തെന്ന് ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തിരുമിയെല്ലാം എടുക്കുന്നത് ഇതുപോലൊന്ന് പൂളി എടുത്തിട്ടുണ്ട്. 9-10 പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ അതോടി ചേർക്കുക. ഇനി തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. അല്പം ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നീളത്തിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഞാനൊരളവ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതേ ഉള്ളൂ. തേങ്ങ ഒന്ന് അല്പം വഴറ്റിയതിന് ശേഷം എരിവിനനുസരിച്ച് 4-5 വറ്റൽമുളക് ചേർക്കുക. ചട്നിക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാവുന്നതാണ്. ആ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. കൂടെ തന്നെ ആ വറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു സവാളയാണ്. ഒരു സവാളയ്ക്ക് 2 തക്കാളി എന്നുള്ള അളവാണ്. കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ സവാളയുടെ പച്ച ടേസ്റ്റ് പോകുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ തേങ്ങയൊക്കെ ഉള്ളത് കാരണം ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. സവാള വഴന്നിട്ടുണ്ട്. ഇനി ഇതിൽ 2 വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞരിഞ്ഞ് ചേർക്കുക. അതേപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പൂടെ ചേർക്കുക. പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. നല്ലവണ്ണം ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് മൂടി വെച്ചാൽ മതി. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് പുളിയുള്ള തക്കാളി ആയത് കാരണം ഞാൻ പുളി ചേർക്കുന്നില്ല പ്രത്യേകമായിട്ട്. അഥവാ നിങ്ങൾ ചേർക്കുന്ന തക്കാളിക്ക് ഒട്ടും പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം വാളം പുളി ഈ സമയത്ത് ചേർത്തിളക്കി ഇതുപോലെ മൂടി വയ്ക്കുക. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. തൊലിയൊക്കെ നല്ലവണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആറിയതിന് ശേഷം ഒരു ഐറ്റം കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ കടലപ്പരിപ്പാണ്. നമ്മൾ ഈ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ്. ആദ്യമേ പരിപ്പിട്ടതിന് ശേഷം ഒരു 30-40 സെക്കൻഡ് നേരത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. 7-8 വെളുത്തുള്ളി ചേർക്കുക. അതേപോലെ തന്നെ ഇഞ്ചിയും ഒരു കഷ്ണം ചേർക്കുക. വറ്റൽമുളകും എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിൽ പരിപ്പ് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ ആയി തന്നെ കിട്ടണം. ലോ ഫ്ലെയിമിലിടണം. പെട്ടെന്ന് തീ കൂട്ടി പരിപ്പ് അങ്ങ് ബ്രൗൺ ആക്കരുത്. എല്ലാ പരിപ്പും ഒരുപോലെ ബ്രൗൺ ആക്കി കിട്ടണം. അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ബ്രൗൺ ആകാൻ വേണ്ടി ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് വേണം. ഞാനൊരു 7-8 കാഷ്നട്ടാണ് ചേർക്കുന്നത്. ഇതൂടെ ചേർക്കുക. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരല്പം കൂടി പരിപ്പ് ബ്രൗൺ ആകാനുണ്ട്. എല്ലാ പരിപ്പും ഒരുപോലെ ഈ ഒരു പരുവത്തിൽ ബ്രൗൺ ആക്കിയിട്ട് വേണം. ഇനി സവാള ചേർക്കണം. അതും ഒരു സവാളയാണ് ചേർക്കുന്നത്. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാള ആയിട്ടുണ്ട്. പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 2 തക്കാളി, വലിയ 2 തക്കാളിയാണ് ചേർക്കുന്നത്. അതും കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടും. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കുക. പുളി ആവശ്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം വാളംപുളി ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇത് മൂടി വെച്ച് തന്നെ വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തക്കാളി നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ മൂടി വെക്കുക. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും.
ഈ ഒരു ചട്നിയിൽ കറിവേപ്പില ചേർക്കുന്നില്ല, മല്ലിയിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില ചേർക്കണമെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത സമയത്ത് ചേർക്കാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ചൂട് മതി, മല്ലിയില ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിന് നല്ലവണ്ണം ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പരിപ്പുള്ളത് കാരണം ആദ്യത്തെ ചട്നിയേക്കാൾ കളറ് കുറവായിരിക്കും ഈ ഒരു ചട്നിക്ക്. കളറ് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയോടെ ചേർത്തിളക്കി മൂടി വെച്ചാൽ മതി. ഇത് നല്ലവണ്ണം ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ആദ്യമേ വഴറ്റി വെച്ചത് നല്ലവണ്ണം ആറിയിട്ടുണ്ട്. അത് മിക്സഡ് ജാറിനകത്തോട്ടിടുകയാണ്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലവണ്ണം അരഞ്ഞു കിട്ടും. ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി ചേർക്കുന്ന ശർക്കരപ്പൊടിയാണ്, ഇല്ല പഞ്ചസാരയായാലും ചേർക്കാവുന്നതാണ്. ഇത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കുന്നത്. അഥവാ നിങ്ങൾക്കിങ്ങനെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ശക്കല ഒഴുകുന്ന രീതി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാർച്ച വെള്ളം ഒരു 3-4 സ്പൂൺ വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിന് കടുക് താളിക്കാതെയും നല്ല ടേസ്റ്റാണ്. ഞാനിത് കടുക് താളിക്കുന്നത് കാരണം അത് ആദ്യമേ വഴറ്റുമ്പോൾ ഒരല്പം എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടാമത് വഴറ്റിയെടുത്തതും ആറിയിട്ടുണ്ട്. ഇതിനകത്തും വേണമെങ്കിൽ പഞ്ചസാര ശർക്കരപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഇതിൽ പരിപ്പുള്ളത് കാരണം മിക്സി ഒന്ന് ശകലം ഒന്ന് ടൈറ്റാകുമെന്ന് അറിയാൻ വേണ്ടിയേ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂണ് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കാവുന്നതാണ്. നല്ലതായിട്ട് അരച്ചെടുക്കണം, പരിപ്പുള്ളത് കാരണം നല്ലവണ്ണം അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ തക്കാളി ചേർത്ത് മൂടി വെക്കുന്നത് കാരണം തക്കാളിയുടെ നനവ് കൊണ്ട് പരിപ്പൊക്കെ കുറച്ചൊക്കെ സോഫ്റ്റ് ആവുന്നത് കാരണം പരിപ്പും നല്ലവണ്ണം അരഞ്ഞ് കിട്ടും. താളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം മതി. നല്ല ടേസ്റ്റുള്ള 2 ചട്നിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒട്ടും കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.